ക്ഷേമ പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഈ നവംബർ മാസം 6-ാം തീയതി ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടായിരുന്നു. ഇലക്ഷനോടൊക്കെ അനുബന്ധിച്ച് രണ്ടാഴ്ചക്കുള്ളിൽ 2 പെൻഷനാണ് നമ്മുടെ അക്കൗണ്ടിൽ എത്തിച്ചേർന്ന 3200. ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ ഇന്ന് വീടുകളിലും കൈകളിലും ബാങ്ക് അക്കൗണ്ടിലുമൊക്കെ വിതരണം പൂർത്തിയാകും. ഇത് കുടിശ്ശിക തുകയിലോ ഇത് ഒരു ഗഡു മാത്രമാണ്. അതുകൊണ്ട് തന്നെ നവംബർ മാസത്തെ അവസാനം ഒരു ഗഡു കൂടെ വിതരണം ഉണ്ടാകും എന്നാണ് സൂചന. ഒക്ടോബർ ആദ്യ വാരം വിതരണം തുടങ്ങിയ ക്ഷേമ പെൻഷനും നവംബർ 6-ാം തീയതി തുടങ്ങിയ ക്ഷേമ പെൻഷനും എത്തിച്ചേരാത്തവർക്ക് ഒന്നിച്ച് 3200 കൈകളിൽ എത്തിച്ചേരുന്നത്. പെൻഷൻ മുടങ്ങിയവർ ആധാർ ഉപയോഗിച്ച് അല്ലെങ്കിൽ സേവനയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ അടിച്ചു കൊടുത്ത് നോക്കുക. സർക്കാർ ആവശ്യപ്പെട്ട ചില രേഖകൾ സമർപ്പിക്കാത്തത് മൂലം ചില ആളുകളുടെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ തീർച്ചയായും സേവന സൈറ്റ് സന്ദർശിച്ച് സമർപ്പിക്കാത്ത രേഖ ഏതാണോ അത് ഉടൻ തന്നെ സമർപ്പിക്കുക. ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ 30 ഓർക്കുക. ഇതിനൊപ്പം തന്നെ KSRTCക്ക് സർക്കാർ 30 കോടി അനുവദിച്ചു. മന്ത്രി KN ബാലൻ അറിയിച്ചു. ധനകാര്യ മന്ത്രി കഴിഞ്ഞ ആഴ്ചയിൽ 20 കോടി രൂപയും നൽകിയിരുന്നു. ഇതുപോലത്തെ സർക്കാർ അറിയിപ്പിനും പോർട്സ് അറിയിപ്പിനും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, സപ്പോർട്ട് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. എല്ലാവിധ ന്യൂസുകളും നിങ്ങളെ തേടിയെത്താൻ ബെല്ലൈക്കനും അമർത്തുക. വിഷ്ണു ക്രിയേറ്റ്സ് നിങ്ങളുടെ ഒപ്പം, നിങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് വേണ്ടി എന്നും.